മറ്റൊരു ഇടത് നിരീക്ഷകന് ശാസനയുമായി CPM. BN ഹസ്കറിനാണ് പാർട്ടിയുടെ മുന്നറിയിപ്പ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്നാണ് കർശന നിർദ്ദേശം. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ വിമർശിച്ചതിന് പിന്നാലെയാണ് താക്കീത്. അതേസമയം നിലപാടിൽ മാറ്റമില്ലെന്ന് ഹസ്കർ പ്രതികരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചയിൽ പറഞ്ഞതല്ല പാർട്ടിയുടെ നിലപാട്. പാർട്ടി ലൈനിനൊപ്പം വർത്തമാനം പറയണം എന്നുള്ളതാണ് പാർട്ടിയിൽ ആ ഘടകത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം. ആ അഭിപ്രായം ആണ് പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കി ഇപ്പോൾ എനിക്ക് താക്കീത് ചെയ്തു എന്നൊക്കെ പറയുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. അത്തരത്തിലുള്ള പാർട്ടി ഒരു നിർദ്ദേശം നൽകി. അത് എല്ലാ പാർട്ടി അംഗങ്ങൾക്കും തങ്ങളുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് പാർട്ടി നിർദ്ദേശം നൽകാറുണ്ട്. ആ ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ അത് എല്ലാ ഘടകങ്ങൾ കൂടുമ്പോഴും ആ ഘടകത്തിൽ ഓരോ സഖാക്കൾക്കും കിട്ടുന്ന നിർദ്ദേശമാണ്. പാർട്ടി അംഗങ്ങൾക്ക് ലഭിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ കിട്ടാറുണ്ട്. അത്തരത്തിൽ അതുമാത്രമേ. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, തമ്പ്രാനെതിരെ ഒന്നും പറയാൻ പാടില്ല, എല്ലാവരും ഏറാൻ മൂളി നിന്നോളണം. വലിയൊരു ഇടതു നിരീക്ഷകൻ ഇപ്പോൾ BJP പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ഹസ്കറിനെയും കർശന നിർദ്ദേശങ്ങൾ നൽകി മാറ്റി നിർത്താനോ നീക്കം? അതായത് ഈ ചാനൽ ചർച്ചകളിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണെന്നും ഇടത് നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് CPM നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലെ ആണ് ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള K സോമപ്രസാദ് ഈ BN ഹസ്കറിന് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. അത് കൃത്യമായും ഒരു താക്കീത് തന്നെയാണ്. കാരണം പാർട്ടിക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടി നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ തരത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. പാർട്ടിക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണത്. എന്തായാലും അതേസമയം തന്നെ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞതെന്നാണ് ഹസ്കർ ഈ യോഗത്തിൽ മറുപടി നൽകിയിട്ടുള്ളത്. തനിക്കെതിരെ നടപടിയെടുത്താൽ മറ്റുള്ളവരെയും ഈ ഹസ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മറ്റ് നേതാക്കളടക്കം പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട്, എന്നിട്ടും അവർക്കെതിരെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പാർട്ടി ലൈനിൽ നിന്ന് മാറി താനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹസ്കർ പറയുന്നത്. അതായത് ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് പാർട്ടി നിർദ്ദേശമുണ്ട്. എന്നാൽ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഹസ്കർ ഈ ചാനൽ ചർച്ചകളിൽ പറഞ്ഞത്. അതായത് ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയത് ആശങ്ക ഉണർത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ചാനൽ ചർച്ചകളിലൂടെ ഈ ഹസ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് വലിയ തരത്തിലൊരു വിമർശനം പാർട്ടിയുടെ ഭാഗത്ത് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നുവെന്നും അല്ലെങ്കിൽ പാർട്ടിയെ അവഹേളിക്കുന്നുവെന്നും തരത്തിലാണ് ഇത്തരത്തിൽ ഹസ്കറിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടതു നിരീക്ഷകൻ എന്ന പേരിൽ ഇത്തരത്തിലൊന്നും പറയാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പേരിൽ ആയിരിക്കണം ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു എന്നുള്ളതാണ്. അത് പൊതുമധ്യത്തിൽ ഉയർന്നു കേൾക്കുമ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഈ അഭിഭാഷക സംഘടനയുടെ ഒരു ചുമതല കൂടെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ബ്രാഞ്ച് യോഗത്തിലാണ് ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് ഹസ്കർ നൽകിയിട്ടുള്ളത്.